സീറോ മലബാർ സഭയിലെ എറണാകുളത്തെ വിമതർക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നിവേദനം. 2 ബിഷപ്പുമാരും 3 വൈദികരുമടക്കം 37 പേർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് നിവേദനം. ഇവരുടെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധം മാത്രമല്ല, തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ സമാന്തര ഭരണഘടനയെ പിന്തുണച്ച് ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പരാതിക്കാരനായ ബിനു പി ചാക്കോ കുറ്റപ്പെടുത്തുന്നു. വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയുടെയും മാണ്ഡ്യ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്തിന്റെയും അടക്കം പേര് പറഞ്ഞാണ് പരാതിക്കാരൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള കത്തോലിക്ക സഭയ്ക്കുള്ളിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന പരാതിക്കാരന്റെ നിവേദനം ഇങ്ങനെ: സർ, സീറോ മലബാർ സഭയിലെ അംഗമാണ് ഞാൻ. മാർപ്പാപ്പയുടെ കീഴിലുള്ള ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമാണ് എറണാകുളം കാക്കനാട് സെന്റ് തോമസ് മൗണ്ട് ആസ്ഥാനമായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സീറോ മലബാർ സഭ. ഞങ്ങളുടെ സഭ 34 രൂപതകളായും എക്സാർക്കേറ്റുകളായും പ്രവർത്തിക്കുന്നു. ഈയിടെ വത്തിക്കാന്റെ അംഗീകാരത്തോടെ സീറോ മലബാർ ബിഷപ്പ് സിനഡ് ആരാധനാക്രമങ്ങൾ മാനദണ്ഡമാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ദൌർഭാഗ്യവശാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും വിശ്വാസികളും ഈ ഏകീകൃത സമീപനത്തെ എതിർത്തു. ഇത് പള്ളികൾക്കുള്ളിൽ കാര്യമായ തടസ്സമുണ്ടാക്കി. കഴിഞ്ഞ 3 വർഷമായി അവർ പണിമുടക്കുകളിലും ഭീഷണികളിലും അനുസരണക്കേടിലും ഏർപ്പെട്ടു. ഈ പ്രവർത്തനങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള വ്യക്തികളുമായി സഹകരിച്ച് പേര് നൽകിയ പ്രതികൾ സംഘടിപ്പിക്കുന്നതാണെന്ന് ഞാൻ ബഹുമാനപൂർവ്വം സൂചിപ്പിക്കുന്നു. സഭയോട് വിയോജിപ്പുള്ള ഈ വൈദികർ നിയന്ത്രിക്കുന്ന എറണാകുളത്തെ കലൂരിലെ റിന്യൂവൽ സെന്ററിൽ അറിയപ്പെടുന്ന തീവ്രവാദ പ്രവർത്തകർ പതിവായി വന്നിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ ഗ്രൂപ്പുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പ്രതികരിക്കുന്നവരിലൂടെയാണ് ബിസിനസ് പങ്കാളിത്തം, സംഭാവനകൾ, കണക്കിൽപ്പെടാത്ത ഫണ്ടുകൾ എന്നിങ്ങനെ ലഭിക്കുന്നത്. സഭയുടെ സമാധാനം, ഐക്യം, പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തുരങ്കം വയ്ക്കുന്നതിനാണ് ഈ ഫണ്ടിംഗ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകമായി ബാങ്ക് കൈമാറ്റങ്ങളും സേവേ ഫാമിലി പോലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളും ഫ്രഷ് ടു ഹോം, TCM ലിമിറ്റഡ് പോലുള്ള ബിസിനസ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ വിവിധ മാർഗങ്ങളിലൂടെ ഗണ്യമായ തുക കൈമാറ്റം ചെയ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. നിയമാനുസൃതമായ പ്രവർത്തനങ്ങളുടെ മറവിൽ നടത്തുന്ന ഈ ഇടപാടുകൾ അവിഹിത പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതായി സംശയിക്കുന്നു. 2024 സെപ്റ്റംബർ 29 മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ ഒരു കൂട്ടം വിമതർ ബലം പ്രയോഗിച്ച് കയറി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ ഓഫീസ് നിയന്ത്രണത്തിലാക്കുകയും സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ വഷളായി. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള അജ്ഞാതർ പിന്തുണച്ചിട്ടുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, പ്രതികളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം മൂലമാകാം എന്റെ മുൻ പരാതികളിൽ കേരള പോലീസ് നടപടി എടുക്കാത്തത്. അവരുടെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധം മാത്രമല്ല, ഈ തീവ്രവാദ ഘടകങ്ങളിലൂടെ സമാന്തര ഭരണഘടനയെ പിന്തുണയ്ക്കുന്നതിലൂടെ ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ ഈ വിഷയങ്ങളിൽ ഒരു സംയുക്ത അന്വേഷണം ആരംഭിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്താനും അങ്ങയുടെ ബഹുമാനപ്പെട്ട ഓഫീസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും നിർദ്ദേശം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്ന് ബിനു പി ചാക്കോ പരാതിയിൽ പറയുന്നു. വിമത ബിഷപ്പുമാരായ മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്ത്, ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര എന്നിവരെ കൂടാതെ ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഫാദർ രാജൻ പുന്നക്കൽ, വിമത നേതാക്കളായ ഷൈജു ആന്റണി, ജോസഫ് വർഗീസ്, ബോബി ജോൺ, പി ജെറാഡ്, റിജു കാഞ്ഞൂക്കാരൻ, നിമ്മി ആന്റണി, പ്രകാശ് പി ജോൺ എന്നിവർക്കെതിരെയാണ് പരാതിക്കാരൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്.